ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദുരൂഹതയുടെ പുറത്താണിത്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മളൊരു എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ? നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്ന ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്ന ഒരു പായ തന്നെയാണ്. അത് അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് മറിയയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കട്ടെ. അതിനകത്തൊരു കാര്യം കൂടെ നിങ്ങൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് അറക്കപ്പൊടി അതിന് ശേഷമാണ് അതിന്റെ കുറച്ച് ദിവസം അപ്പൊ കാലപ്പഴക്കത്തിൽ ടെസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സംശയങ്ങളൊന്നുമില്ല, ഇതിൽ ദുരൂഹതയില്ല. 2016 മൃതദേഹം അടക്കം ചെയ്യുന്ന സമയത്ത് പായ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണോ? രണ്ടതായിട്ടാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഒരു 2015 ബന്ധുക്കൾ പറയുന്നത് അവർ ആചാരപ്രകാരം കൃത്യമായിട്ട് ഈ സംസ്കരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വശത്തായി മറ്റൊരു മൃതദേഹം കാണേണ്ട സാഹചര്യം വന്നില്ല എന്നാണ് പറയുന്നത്. അതിപ്പോ ആ കാര്യങ്ങളാണ് അക്കപ്പടി വെച്ചു. ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ ബോഡി അവരെയും കൂടെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അന്ന് വെച്ചിരുന്ന മറ്റേ നമ്മുടെ ഇതിന്റെ തുണികളും അതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു സംശയമില്ലാത്ത സാഹചര്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതിലെ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ പരാതി കുറ്റിയാടി പോലീസിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബോഡി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി അവിടുത്തെ എൻക്വയറി നടക്കുന്നത് അതിന്റെ അല്ലായിരുന്നു. പായ നിവർത്തി തന്നെ ബോഡിയുടെ താഴെ വെച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, DNA സാമ്പിളുകൾ ഉൾപ്പെടെ തുടർ പരിശോധനയ്ക്ക് കൂടുതലായുള്ള കാര്യം പരിശോധിച്ചു. ഒരു കയറുണ്ട്, ഒരു വള്ളി പോലും ഉണ്ടായിരുന്നു. രണ്ട് ബോഡി കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങൾ പരിശോധിച്ചു. മറ്റ് സംശയിക്കുന്ന കാര്യങ്ങൾ നിലവിൽ ഈ പറയുന്ന ചിത്രം പുറത്തു കൊണ്ടതിന്റെ താഴെയായിരുന്നോ അടുത്ത ബോഡി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടായിരുന്നു? ഇത്രയും ഏകദേശം അടുത്തായിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് എൻക്വയറി കിട്ടും. ഓക്കെ, താങ്ക് യു. അഭിനോക്കല്ല ഞങ്ങളുടെ ദുരൂഹതകൾ നീങ്ങി. ഈ സയന്റിഫിക് ആയിട്ട് അവരുടെ പരിശോധനകൾ പൂർണ്ണമായിട്ട് നീങ്ങി. ഞങ്ങൾക്ക് ഏതാണ് ഞങ്ങൾ കൺഫേം ആയി. ഈ കല്ലറയിലെ രണ്ടുപേരെയാണ് നമ്മുടെ അടക്കിയിട്ടുണ്ടായിരുന്ന രജിസ്റ്റർ പ്രകാരം. ആ രണ്ടുപേരാണ് എന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കൺഫേം ചെയ്തു അത് തന്നെയാണെന്ന്. പോലീസുകാർ അതിന്റെ അടിയിലോട്ട് വീണ്ടും ഒരു മാറ്റി നോക്കി, മൂന്നാമതൊരു സാന്നിധ്യം ഉണ്ടോ നോക്കി, മൂന്നാമതില്ല എന്നുള്ളത് കൺഫേം ചെയ്തു. ഞങ്ങൾ വളരെ ഹാപ്പി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ സാധാരണ രീതിയിൽ കാണാത്തൊരു അൺയൂഷ്വൽ വേയിലാണ് വേറൊരു ബോഡി കിടക്കുന്നത്. അങ്ങനെ ഒരിക്കലും കാണത്തില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് പരിഹരിക്കപ്പെട്ടു. ഇനി പായ സംബന്ധിച്ചൊരു ഇത് കൂടി നടക്കുന്നു. പായ സംബന്ധിച്ച് ഒന്നും നടത്താനില്ല. കാരണം അത് ആദ്യം മരിച്ചത് 95 വയസ്സുള്ള അമ്മയാണ്. അതായത് ആളൊരു ചെറിയ ആളാണ്. അപ്പോൾ അന്ന് അടക്കിയപ്പോഴത്തേനും കുറച്ച് ഹൈറ്റ് പെട്ടി കിട്ടാൻ വേണ്ടി പായ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടാകും. അന്നത്തെ സമയമല്ലേ. അതുകൊണ്ട് ആ ഒരു സംശയം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഓക്കെ ആയി. പക്ഷെ അതിന് താഴെ അല്ലെങ്കിൽ ഈ 2006 സംസ്കരിക്കുമ്പോൾ കഴിഞ്ഞതിന് ശേഷം 2015 സംസ്കരിക്കുമ്പോൾ അത് അറക്കപ്പൊടി ഇട്ട് അതിന് മുകളിൽ തുണി വിരിച്ച് അതിന് മുകളിലാണല്ലോ 2015 സംസ്കാരം നടത്തുക. പിന്നെ എങ്ങനെയാണ് അത് പൊന്തി വരാനുള്ള സാധ്യത? അതിന് മുകളിൽ അറക്കപ്പൊടി ഇട്ട് തുണിയിട്ട് സംസ്കാരം നടന്നു എന്നാണ് പറയുന്നത്. ഈ അവസാനം 2015 അടക്കിയ ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവരുടെ ചിന്തയാണ്. അവർ കണ്ട കാര്യം അവരങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടത്. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചില കാരണങ്ങൾ ചില സാഹചര്യങ്ങൾ അന്നങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അന്ന് അടക്കിയവർ ചിലപ്പോൾ അവരിൽ വന്ന ഒരു വീഴ്ചയായിരിക്കും. ചിലപ്പോൾ അന്ന് അടക്കാൻ വേണ്ടി സഹായിക്കാൻ നിന്നവർ വന്നൊരു വീഴ്ചയായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ അടിയിലുണ്ടായിരുന്ന പെട്ടി പൂർണ്ണമായിട്ട് ക്രഷ് ചെയ്യാതെ അറക്കപ്പൊടി ഇട്ട് ജസ്റ്റ് അതേപോലെ ഒന്ന് ലെവലാക്കി അതിന്റെ രണ്ടാമത് അടക്കാൻ വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇട്ട് ലെവലായി കിടക്കുന്നു. പക്ഷെ അടിയത്തെ പെട്ടി ക്രഷായിട്ടുണ്ടാകത്തില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടും ഒരേപോലെ കാണുന്നത്. എന്തായാലും അത് ഓക്കെ. പള്ളിയെ സംബന്ധിച്ച് മൂന്നാമതൊരു മൃതദേഹം ഇല്ല എന്നതോടുകൂടി ബാക്കി കാര്യങ്ങൾ മൂന്നാമത് ഒന്ന് അവിടെ ഇല്ല എന്നുള്ളത് കൺഫേം ആയതോടെ ഞങ്ങൾക്ക് ശാന്തമായി. ഇനി അവർ സയന്റിഫിക്കലി അവർ ബാക്കി പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് ലാബിലോട്ട് കൊണ്ടുപോകുമല്ലോ. അതോടുകൂടി അതിന്റെ കാര്യത്തിൽ ഒരു ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ അത് ശ്രീജോടെ തിരോധാനോ എനിക്ക് നമ്മൾ യാതൊരു ബന്ധമില്ല. ഞങ്ങൾക്ക് അത് പറയാനില്ല. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഞങ്ങൾക്ക്
ഫസ്റ്റില് വാഴ പൊതിഞ്ഞിട്ടില്ല, വാഴ മുകളിൽ നൂർത്തി കെട്ടിയിട്ടില്ല. വാഴ ഫ്രീ ആയിട്ട് മുകളിൽ നൂർത്തിട്ടില്ല, രണ്ട് ഭാഗമായിട്ട് മടക്കിയിട്ടില്ല. ഇത് എന്താ വെച്ചാൽ പിന്നെ അതിൽ പിന്നെ ഫസ്റ്റിലുള്ളത് ഒരു വെള്ള തുണി, പച്ചക്കരോട് കൂടിയിട്ടുള്ള വെള്ള തുണി പച്ചക്കരോട് കൂടിയില്ല. അതിൻ്റെ മുകളിൽ ഒരു പിന്നെ പട്ട്, അതായത് പട്ടിൻ്റെ കളറ് പിങ്ക് കളറിലുള്ള ഒരു പട്ട്, അതിൻ്റെ മുകളിൽ വേറൊരു ഇത് വെച്ചിട്ടാണ് സാധനങ്ങൾ കാണുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും അടിയിൽ ഈ പെട്ടിൻ്റെ മുകളിലുണ്ടാകും, അതായത് ബോഡിൻ്റെ പെട്ടിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു തുണിയുണ്ട്, സിൽക്കിൻ്റെ തുണിയാണ്. ആ തുണിയാണ് അതിൽ ആണികളുണ്ട്, ആ സിൽക്കിനോട് ചേർന്നുകൊണ്ട് ആണികളുണ്ട്. പെട്ടി പൂർണ്ണമായിട്ട് ദ്രവിച്ചു പോകും, പൂർണ്ണമായിട്ടും പെട്ടി ദ്രവിച്ചു പോകും. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിൽ നല്ല രീതിയിൽ നോക്കിയ സമയത്ത് അതിൽ 6 പല്ല് കിട്ടിയിട്ടുണ്ട്. ഇടത്തെ കയ്യിൻ്റെ മുട്ടിൻ്റെ മേലുള്ള ഒരു ഇല്ലും, അതോടൊപ്പം തന്നെ വലത്തെ കാലിൻ്റെ ഒരു ഇല്ലും പിന്നെ അവർ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് പൂർണ്ണമായിട്ടും മത്സ്യമാരി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു ഏതാണ്ട് അവർ പറയുന്നത് ഒരു 20 വർഷം പഴക്കമുണ്ടാവുമെന്നാണ് പറയുന്നത്. അറിയില്ല ഇതിനെ പറ്റി, ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തായാലും പൂർണ്ണമായിട്ട് ഒരു 4-5 അസ്ഥികൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തലോട്ടി പൂർണ്ണമായിട്ടും ഒരു പൊട്ടിയ മാതിരിയാണ്. അതോടൊപ്പം അതിൽ 6 പല്ലുകൾ മാത്രം. അത് പായൽ പിന്നെ പാഴ മുകളിൽ നൂർത്തിട്ടിട്ട് ഒരു സംശയം പ്രകടിപ്പിച്ച ആ ഇതിന്റെ മുകളിലാണ് ഈ സാധനങ്ങൾ. അതെ 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 മറിയാമ്മൻ്റെതാണ് ഞങ്ങൾ പറഞ്ഞല്ലോ. 6 പല്ല്, തലഭാഗം തലോട്ടി പൊട്ടിയ മാതിരി, പിന്നെ 2 കൊന്തുണ്ട്. അതോടൊപ്പം പിന്നെ കയ്യിൻ്റെ 2 അസ്ഥികൾ കാണുന്നുണ്ട്, ഈ കാലിൻ്റെ ഒരു അസ്ഥി കാണുന്നുണ്ട്, മറിച്ചൊന്നും കാണുന്നില്ല. പായൽ പൊതിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പായൽ പൊതിഞ്ഞാൽ ആണ്, പാഴ പൊതിഞ്ഞിട്ടില്ല, പാഴ മുകളിൽ അതായത് മടക്കിയിട്ടിട്ട് മാത്രമേ അതായത് കണ്ടത് പായ മടക്കിയിട്ടതായിരിക്കും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്, പട്ടുതുണി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അതായത് ആദ്യം 2006 അടക്കം ചെയ്തതിന്റെ മുകളിൽ ഈ പായ മടക്കിയിട്ടു, അതിന് മുകളിൽ ജെയിംസിന്റെ സംസ്കരിച്ചു അല്ലെ? അല്ല, സൈഡില്ല, രണ്ട് ഭാഗത്തായി ചെറിയ കല്ലറയിൽ ഏതാണ്ട് 4 ഫൂട്ട് വരുന്ന കല്ലറയിൽ ആദ്യം മറിയാമൻ്റെത്, അതിന്റെ തൊട്ടടുത്ത് ജെയിംസിൻ്റെതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ കുഴിയിൽ ഇറങ്ങിപ്പോയി ഇതിന്റെ ഒരു മണ്ണിന്റെ ഘടന എങ്ങനെയാണ്? മണ്ണിന്റെ ഘടന ഏറ്റവും അടിയിൽ സിമെന്റ് ഇട്ടിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഇതിന്റെ 4 ഭാഗവും സിമെന്റാണ്. പിന്നെ ഏറ്റവും മുകളിലാണ് സ്ലാബ് ഉള്ളത്. അപ്പോൾ ഈ അടിയിൽ ഞങ്ങൾ അപ്പോൾ ആരോ ഒരു സംശയം പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ അടിയിൽ കുത്തി നോക്കിയപ്പോൾ സിമെന്റിൽ കോൺക്രീറ്റ് ഇട്ട ഒരു ഏരിയ ആണ് കാണാൻ മനസ്സിലായത്. അടിയിൽ മണ്ണാണ്, കോൺക്രീറ്റ്. പിന്നെ മറ്റേത് 2 ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. 2ലും പിന്നെ പൂർണ്ണമായിട്ട് അസ്ഥികളുണ്ട്. അസ്ഥികൻ്റെ മറിയാമൻ്റെ ജെയിംസിൻ്റെ പൂർണ്ണമായിട്ടും അസ്ഥികളുണ്ട്. അതെന്താ ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നൊരു ബോഡിയാണ്. അതിന് പ്ലാസ്റ്റിക് സീറ്റിലാണ് അതുള്ളത്. പ്ലാസ്റ്റിക് സീറ്റിൽ 2015 അത് കൊല്ലമൊന്നും അറിയില്ല, അത് സീറ്റിലുള്ളത്. മറിയാമൻ്റെത് സാധാരണ തുണിയിൽ മാത്രമാണ്, തുണിയിൽ മാത്രം.